അവിടെ ചെന്ന സമയത്ത് വിജയനെ കാണാനായിട്ട് അവിടെ വെയിറ്റ് ചെയ്ത സമയത്ത് നേരിട്ട് കണ്ട ഒരു മൊമെന്റ് എന്തായിരുന്നു ശരിക്കും? എങ്ങനെയാണ് അത്രയും ആരാധിക്കുന്ന ഒരാളെ നേർക്ക് നേരിങ്ങനെ നിൽക്കുക? എങ്ങനെയായിരുന്നു ആ ഒരു സംഭവം? അങ്ങനെ റൂമിൽ നിന്ന് വന്നു. അടിപൊളി റൂം എനിക്ക് എടുത്തു തന്നത്. ഞാനൊന്നും മനസ്സിൽ വിചാരിക്കാത്ത റൂം എടുത്ത് നേരെ അവിടെ നിന്ന് വന്നു, വണ്ടി വന്നു. അങ്ങനെ ആദ്യം വന്ന് പ്രൊഡ്യൂസർ സാർ എന്നെ കാണാൻ വന്ന് ഒരു 5 മിനിറ്റ് ഇരിക്കും തമ്പി പറഞ്ഞു, ചായയൊക്കെ തന്ന് നേരെ ഒരു ഗോഡൗണിലേക്ക് പറഞ്ഞു വിട്ടു. കുറേ ആളുകൾ നിൽക്കുന്നുണ്ട്. അങ്ങനെ വിജയണ്ണൻ എവിടെ പറഞ്ഞ തപ്പുന്നു ഇങ്ങനെ നോക്കുമ്പോൾ അവിടെ നിന്ന് ഹൈറ്റായിട്ട് ഒരാൾ, സുന്ദരൻ ഒരാൾ വന്നിട്ട് തോളിൽ കൈയിട്ടു. എനിക്കൊന്നും തോന്നിയില്ല. നമ്മുടെ ഒരു ഏട്ടൻ കൂട്ടുകാരൻ അല്ലെങ്കിൽ സ്വന്തം വീട്ടിലൊരാൾ തോളിൽ എന്തിനാ തമ്പി കരയെന്ന് ചോദിച്ച് അങ്ങനെ തന്നെ അവിടെ നിന്ന് കുറച്ച് ദൂരം ഇങ്ങനെ കൊണ്ടുവന്ന് കാരവനിൽ. അപ്പോൾ അവിടെ നമിത കുട്ടിയപ്പുറത്തുണ്ടായി, പിന്നെ ബാക്കി എല്ലാവരും ഉണ്ടായി. കാരവനിൽ ഞാൻ തൊട്ടുനൂറ് വെച്ച് കയറുവനില്ല, സാറ് കയറുവൻ തമ്പി കയറുവന്ന് കയറി കാരവനിൽ തൊട്ടുനൂറ് ഇത്തിരി വെള്ളം തന്ന് ഇങ്ങനെ ഫേസ് ഇങ്ങ് മുഖം നോക്കിയിരുന്ന് എന്തിനാ തമ്പി ഇങ്ങനെ ചെയ്ത്, തമ്പി ഇങ്ങനെ ചെയ്ത് ഇനിയും ആൾക്കാർ ഇറങ്ങി വരില്ലേ? ഞാൻ പറഞ്ഞു ഭഗവാനെ. അപ്പോൾ ഇങ്ങനെ എന്തിനാ ഇറങ്ങി ഇത് ചെയ്ത് ചോദിച്ചു. എന്നെ കാണാൻ പല വഴിയില്ല. ഞാൻ പറഞ്ഞു ഇലക്ഷന് വന്നപ്പോൾ ജൂലൈ 3 കേരളത്തിൽ വന്നപ്പോൾ കുട്ടികൾക്ക് ട്രോഫി കൊടുക്കുക, വോട്ടിന് വന്നപ്പോൾ ഇതൊക്കെ പറഞ്ഞു. കണ്ണ് കലങ്ങി നെഞ്ചും പൊട്ടിയിട്ടാണ് പാവം വരുന്നത്, പച്ചയായ ഒരു മനുഷ്യൻ. പിന്നെ വീട്ടിലാരൊക്കെ ഉണ്ട് എന്തൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു കേരളവും തമിഴ്നാടും എന്നെ കട്ടയ്ക്ക് സപ്പോർട്ട്, അവരുടെ വേർപ്പിലെ ആ ഒരു ഭക്ഷണത്തിൻ്റെ ഇതാണ് ഈ ഞാനിവിടെ നിൽക്കാൻ കാരണം എന്ന് പറഞ്ഞ് കണ്ണ് കലങ്ങിട്ടിരുന്നത്. വിജയ്ക്ക് നേരത്തെ അറിയായിരുന്നോ ഇതുപോലെ ഉണ്ണിക്കണ്ണൻ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു? അതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ? അതെ, എന്താ പറഞ്ഞത്? ഇതൊക്കെ 1-ാം തീയതി അവിടെ നിന്ന് ഇറങ്ങി നടന്ന് 13-ാം തീയതി അവിടെ നിന്ന് മെസ്സേജ് വന്നെങ്കിൽ അവിടുത്തെ നിരീക്ഷണങ്ങളും ഇതൊക്കെ ഭയങ്കര തട. അത്രയും സെക്യൂരിറ്റി അവിടെ ചെന്നപ്പോഴും ഈ ഇത്ര നടന്നു പോയാലും ഇപ്പൊ കുറെ ആളുകൾ വിചാരിക്കും എന്നാ പിന്നെ എനിക്കും കാണണമെന്നുണ്ടെങ്കിൽ നേരിട്ട് നടന്നു പോയാൽ മതിയെന്ന്. ഇങ്ങനെ വെറുതെ നടന്നു പോയാൽ കാണാൻ പറ്റുമോ? അവിടെ ചെല്ലുന്ന ഒരു പ്രൊസീജിയർ ഈസി ആണോ? ഒരിക്കലും അല്ല. പല പ്രാവശ്യം വീട്ടിന് മുന്നിൽ നിന്ന് ഒരു എന്താ പറയുക, ഇവിടുന്ന് വീട്ടിൽ നിന്ന് കുറച്ച് ചപ്പാത്തി ആയിട്ട് അനിയത്തി വീട്ടിൽ നിന്ന് അമ്മയും ചപ്പാത്തി ഉണ്ടാക്കി തരും. അവിടെ നിന്ന് പോയി ഒരു പേപ്പർ വെച്ച് മുന്നിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴേക്കും പോലീസ് വരും, നടന്നോ, അല്ലെങ്കിൽ ഇപ്പോൾ ജീപ്പിൽ പൊക്കിക്കൊണ്ടു പോകും പറയും. അങ്ങനെ പല പ്രാവശ്യം അവിടെ ഓരോ ക്രൗഡ് ഓരോ പരിപാടിക്കും ഉമ്മറം വരെ എത്തിയിട്ട് ബാക്ക്. അതുപോലെ നിങ്ങൾ പാലക്കാട് പോയപ്പോൾ അവിടെ ഒരാൾ വീഡിയോ എടുത്തിട്ട് കാണിക്കുക പറഞ്ഞു. ആള് ഇങ്ങനെ അവിടെ പോകുന്നുണ്ട്, ഞാൻ യൂട്യൂബിൽ കണ്ട് അവർ കൈ കൊടുക്കേണ്ടതൊക്കെ ഉണ്ട്. അവർക്കൊരു നിമിഷം സാർ കേരളത്തിൽ അങ്ങനെ ഒരാൾ വെളിയിൽ നിൽക്കുന്നുണ്ടെന്ന് പറയാം. അത് അവരിനെ പറയാൻ അവർക്ക് തോന്നിക്കാത്തത്. ഉണ്ണിക്കണ്ണ വിനീതേട്ടൻ പറഞ്ഞ പോലെ പണിയെടുത്ത് എന്തെങ്കിലും പഠിച്ചോൻ തരും പോലെ അന്ന് ഇതേപോലെ 1-ാം തീയതിക്ക് ഇറങ്ങി 13-ാം തീയതിക്ക് മെസ്സേജ് വന്നതും ഇതൊന്നും എൻ്റെ കണ്ണിൽ കാണാത്തതും ദൈവ നിയോഗമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും അത് ദൈവം തടഞ്ഞ് നീ പണിയെടുക്ക് കഷ്ടപ്പെട്ട അന്ന് കണ്ടാണെങ്കിൽ ആ ഒരു ഹായിൽ കഴിഞ്ഞിട്ടുണ്ടാവും. അതൊക്കെ ദൈവം ഇതാക്കിയതാണ്. അങ്ങനെ വെയിറ്റ് ചെയ്ത് എന്തെങ്കിലും കൊടുത്തിരുന്നോ വിജയൻ അന്ന് നേരിട്ട് കണ്ടപ്പോഴത്തേക്ക്? കയ്യിൽ എന്തെങ്കിലും കരുതിയിട്ടുണ്ടായിരുന്നോ? ഒന്നും കരുതിയില്ല. ഇല്ല. തിരിച്ചൊരു ആപ്പിള് കിട്ടിയല്ലേ? ആപ്പിള്, പിന്നെ ബിസ്ക്കറ്റ്, പിന്നെ ചെറുപയറ് ഇതൊക്കെ തന്നു. ശരിക്കും ഒരു ഏട്ടനെ പോലെ തന്നെ ആയിരുന്നു അല്ലേ അവിടെ വെച്ചിട്ട്? ഏട്ടൻ നമ്മുടെ എന്താ പറയാ, നമ്മുടെ ഒരു വീട്ടിലൊരാള്, കൂട്ടുകാരൻ, ഒരു സഹോദരൻ, ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ളൊരു മനുഷ്യൻ. ചേട്ടൻ കുറച്ച് നാൾ മുമ്പ് മറ്റേ ഡീറ്റാ ബാറ്റ വെയിറ്റ് ലോസ് പ്ലാൻ അതൊക്കെ നോക്കുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് അവർക്ക് കമന്റ്സ് ഇങ്ങനെ കൊടുക്കുന്ന കണ്ടു. ആദ്യം ഉണ്ണിക്കണ്ണൻ്റെയും അതുപോലെ മറ്റേ കനാൽ ബോയ്സ് അവരുടെയൊക്കെ നിങ്ങളെല്ലാവരും ആഡ് എടുത്തിട്ട് നിങ്ങളുടെ വണ്ണം കുറയ്ക്ക് അങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ശരിക്കും അത് ഒരു എന്താ പറയാ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണോ? കറക്റ്റാണ്. അതുകൊണ്ടല്ലേ എനിക്ക് ഐഫോൺ തന്നത്. ഇനി 6 പാക്ക് ആക്കി BMW തരാ പറഞ്ഞു. 80 കിലോനാക്കി കാർ. ഒരിക്കലും പുള്ളി തന്ന ഐഫോൺ എന്താ? എന്തിനായിരുന്നു ഐഫോൺ കിട്ടിയത്? തടി കുറച്ചിട്ട്. എത്ര കിലോ കുറച്ചു? ഞാൻ 20 കിലോ കുറച്ച് 15 കിലോ കുറച്ച ഒരു ഐഫോൺ ആണ്. ആണല്ലേ? ഫുള്ള് സപ്പോർട്ടാണ്. യാതിലൊക്കെയാണ് ദിൽസിലൊക്കെയാണ് ഫുള്ള് സപ്പോർട്ടാണ്. ഇപ്പൊ 80 കിലോനാക്കിയ 6 പാക്ക് ആക്കിയ BMW. ഒരിക്കലും ഞാൻ ആ മണ്ടത്തരം ചെയ്യില്ല. എന്റെ തടി കുറച്ചാ എനിക്ക് സിനിമയിൽ വേഷം കിട്ടൂല. 80 കിലോനാക്കിയ കാറ് തരാം. എനിക്ക് കാറ് ഇപ്പൊ വേണ്ട. എന്റെ വീട്ടിലാകെ 1.5 സെന്റ് സ്ഥലമുള്ളൂ. ഉമ്മറത്തിടാൻ സ്ഥലമില്ല. പിന്നെ അതെനിക്ക് വണ്ടി ഓട്ടിക്കാൻ അറിയില്ല. ഒരിക്കലും ഇപ്പൊ കാറിനൊന്നുമില്ല. ഇപ്പൊ നമ്മുടെ ആഗ്രഹം സിനിമയിൽ അഭിനയിക്കുക, എല്ലാ പടത്തിനും പൂജയ്ക്ക് പോവുക, ചാൻസ് ചോദിക്കുക, ഓഡീഷന് പോവുക, ഇതൊക്കെയാണ് നമ്മുടെ ഇപ്പൊ പരിപാടി. ഈ എല്ലാ സിനിമയ്ക്കും ഇതുപോലെ അവിടുന്ന് പാലക്കാട് നിങ്ങൾ വരെ വരാനായിട്ട് അത്യാവശ്യം ചെലവുണ്ട്. അപ്പോൾ ഈ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ എങ്ങനെ നടന്നു പോകുന്നത്? ഞാൻ പണിക്ക് പോകും, എന്തെങ്കിലും കൂലിപ്പണിക്ക് പോകും.
അപ്പം അതെല്ലാം കൂടി മാനേജബിൾ ആയിട്ട് പോകുന്നുണ്ടോ? പിന്നെ മാവേലിയായിട്ട് കുറച്ച് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ പുലികളിക്ക് ഇപ്പം പുലികളിക്ക് ഇപ്രാവശ്യം പോയില്ല, അലർജി ആയതുകൊണ്ട് പോയില്ല. അവർ വിളിച്ചിരുന്നു, ഞാൻ പോയില്ല. അവിടെ പോയിട്ടുണ്ടേ കോസ്റ്റ്യൂം ഇട്ടിട്ട്, പുലി ഇന്ന് കളിച്ചില്ല. ഈ പുലികളി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ ഈ വീഡിയോസ് ഒക്കെ കാണുന്ന സമയത്തും ഇത്രയും മണിക്കൂറുകളോളം നിങ്ങളിങ്ങനെ നിൽക്കുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ടയേർഡ് ആവത്തില്ല? ഈ ചൂട് മറ്റേ നട്ടുച്ചക്കൊക്കെ അല്ലേ നിങ്ങൾ ഈ നടക്കുന്നതൊക്കെ? അതൊക്കെ എനർജി പവറാണ് ആ ജനത്തിന്റെ ഇടയിൽ. ഫസ്റ്റ് പുലിവേഷം കിട്ടിയപ്പോ ഉണ്ണിക്കണ്ണൻ ഒന്നുമല്ല പറഞ്ഞാണ്, തളർന്ന് സങ്കടപ്പെട്ട് ഇരിക്കുമ്പോ നമ്മളുടെ പല ആൾക്കാരും സങ്കടപ്പെടുത്തി ആ റൗണ്ടിൽ നിന്നപ്പോൾ ആ റൗണ്ട് മൊത്തം ഉണ്ണിക്കണ്ണ പറഞ്ഞൊരു വിളി, ആ ആരവം കേട്ട് ഒരുപാട് സന്തോഷം കൊണ്ട് എവിടെ പോയാലും ഇപ്പം എന്നെ അറിയും. കാരണം നമ്മുടെ വിജയണ്ണൻകാരനാണ്. ഇപ്രാവശ്യം അലർജി ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് ചെയ്യാത്തത്. ഇനി അടുത്ത വർഷം ചിലപ്പോൾ ചെയ്യുള്ളൂ, അലർജി ആയതുകൊണ്ട് മാത്രം. എന്താ അലർജി ചേട്ടാ? ഈ മേലെ മണ്ണെണ്ണ തേച്ചിട്ട് മൊത്തം ഇത് കളയാനായിട്ട് മണ്ണെണ്ണ തേക്കണം അല്ലേ? ഭയങ്കര പണിയല്ലേ ഈ ചായം കളയാനായിട്ട്? എത്ര സമയം എടുക്കും നിങ്ങൾ ഇതൊക്കെ? എന്തായാലും ഒരു 1.5-2-3 മണിക്കൂറൊക്കെ മായ്ച്ച് കളയാൻ തന്നെ. ഇത്രയും മണ്ണെണ്ണയൊക്കെ ഇട്ടിട്ട് എന്ത് അലർജി ആയിരുന്നു ഇപ്പൊ ചേട്ടന് പറ്റിയത്? അത് മണ്ണെണ്ണ ഞാൻ ഒരുപാട് തേച്ചു, അതിലിതായത് തൊലിയൊക്കെ കഴിഞ്ഞു പോയതാണ്. തൊലി ഇളകിപ്പോയി. മണ്ണെണ്ണ കൂടുതലായി ഞാൻ ഒഴിച്ചത്. അവര് കറക്റ്റ് പറഞ്ഞു. ഞാൻ ഇതായപ്പോൾ കുറേ അങ്ങോട്ട് ഞാൻ തന്നെ കോരി ഒഴിച്ചു കൊണ്ടാണ് എൻ്റെ കയ്യിൽ വന്ന ചെറിയൊരു മണ്ടത്തരം. മനസ്സിലായി. അങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. ഓക്കെ. ഇപ്പോൾ വിജയന്റെ ഒരുപാട് മൂവീസ് കാണുന്നുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡയലോഗ് ചോദിച്ചാൽ ഏതായിരിക്കും? കുറെ ഡയലോഗ് ഉണ്ട്. ഉണക്കൊണ്ണം പോലീസുകാരൻ പത്താതറ, വേറെ വേറെ വേട്ടക്കാരെന്താ വേണം. അതാണ് ഏറ്റവും ഫേവറേറ്റ്. എല്ലാം ഇഷ്ടമാണ്. വിജയന്റെ ഡാൻസ് ഇഷ്ടമാണോ? ഏറ്റവും ഫേവറേറ്റ് സ്റ്റെപ്പ് ഏതായിരിക്കും? സ്റ്റെപ്പ് നോക്കുകയാണെങ്കിൽ മറ്റേ തിരിടയിലെ മറ്റേ ലാഘവ ലോറൻസ് വിജയണ്ണനും കൂടെ കളിക്കുന്ന ഒരു കളിയില്ല, എല്ലാം ഇഷ്ടമാണ്. അതും ഇഷ്ടമാണ്. അതെ, തിരുമലയില് അതുപോലെ അവരുടെ ഒരു ഡാൻസ് ഒക്കെ. ഉണ്ണിക്കണ്ണൻ ചേട്ടൻ അത് പെട്ടെന്ന് തെറ്റിപ്പോയതാണ്, കുഴപ്പമില്ല. ഉണ്ണിക്കണ്ണൻ ചേട്ടൻ ഇതേപോലെ ഡാൻസ് കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടിരുന്നു, മറ്റേ ബെല്ലി ഡാൻസ് ഒക്കെ കളിക്കുന്നത്. അതെവിടെ പോയപ്പോഴായിരുന്നു? അത് പാലക്കാട് കഴിഞ്ഞ ദിവസമായിരുന്നു അല്ലേ? കുറെ പേര് ഇങ്ങനെ കമന്റ്സ് അതിലും ഞാൻ കണ്ടു, വിജയൻ ഇത്രയും വലിയൊരു ക്രൈസിസിലൂടെ പോകുമ്പോ അനിയൻ ഇങ്ങനെ ഡാൻസ് കളിച്ച് നടക്കുകയാണോ എന്ന്. കണ്ടിരുന്നോ കമന്റ്സ്? അത് കണ്ടിരുന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ അത്രയും സ്വന്തം ഏട്ടനെ പോലെ കാണുന്ന ഒരാൾക്ക് അങ്ങനെ ഒരു ക്രൈസിസ് വന്നപ്പോഴത്തേക്ക് ആകെ വിഷമമായി എന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പം അങ്ങനെ പോയി അതൊക്കെ ഇടുമ്പോഴത്തേക്ക് ആളുകൾ നെഗറ്റീവായിട്ട് ജഡ്ജ് ചെയ്യില്ലേ? അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നോ? അത് പല ആൾക്കാരും കമന്റ് എഴുതും, പല ആൾക്കാരും ചെയ്യും. നമ്മൾ അങ്ങനെയൊന്നും നോക്കിയിട്ടില്ല. അവിടെ ഒരു പരിപാടി ഉണ്ടായപ്പോൾ നമ്മൾ ഇത് ചെയ്തു, അത്രേ ഉള്ളൂ. ഓക്കെ. ഇനി എന്താ ഉണ്ണിക്കണ്ണന് ചേട്ടന് ഒരു ഫാമിലി വേണ്ടേ? നോക്കുന്നുണ്ട്, ശരിയായിട്ടില്ല. എന്തായാലും എല്ലാം തലയിൽ എഴുതി വെച്ചിട്ട് സമയമാകുമ്പോൾ നടക്കും. എപ്പോഴെങ്കിലും ഒരു പ്രേമം ഉണ്ടായിട്ടുണ്ടോ ലൈഫിൽ? നമ്മളൊക്കെ ആര് നോക്കാനാ? അതെന്താ ആര് നോക്കാനാന്ന് പറയാനായിട്ട്? ഉണ്ടായിട്ടില്ല. ആരോടെങ്കിലും ഇഷ്ടം തോന്നിയിട്ടുണ്ടോ അങ്ങോട്ടേക്ക്? ഇല്ല, അങ്ങനെ തോന്നിയിട്ടില്ല. ഇല്ല, ആരോടും പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ പോലും ഇല്ല, ഒരു കുട്ടീനോട് പോലും ഇഷ്ടം തോന്നിയിട്ടില്ല. അതെന്താ ചേട്ടാ അങ്ങനെ ആരോടും ഒരു ഇഷ്ടം തോന്നാത്തത്? അങ്ങനെ തോന്നിയിട്ടില്ല. ഇല്ല. അപ്പൊ ഇപ്പം ഈ വിവാഹം കഴിക്കാം എന്നൊക്കെ എപ്പോഴാ തീരുമാനിച്ചത്? പണ്ട് ഒരാഗ്രഹമുണ്ട്, എന്തായാലും നല്ലൊരു പെൺകുട്ടി വരികയാണെങ്കിൽ നമുക്ക് സ്ത്രീധനമൊന്നും വേണ്ട, നല്ല എൻ്റെ അച്ഛനും അമ്മനെ നോക്കണം, നമ്മൾ നോക്കണം, ഒരു സാധാരണ ഒരു കുടുംബത്തെ. എന്താണ് ഭാവി വധു സങ്കല്പം? സങ്കല്പമൊന്നുമില്ല. ഒരാൾ വീട്ടിൽ വരികയാണെങ്കിൽ ഉള്ളത് കുറച്ച് ഭക്ഷണമാണെങ്കിൽ അത് കൊടുത്ത് സന്തോഷമായിട്ട് അങ്ങനെയുള്ളവരത് മാത്രമേ ഉള്ളൂ. വേറെ ഒന്നുമില്ല. നമ്മുടെ വീട്ടിലുള്ളത് എല്ലാവരുമായിട്ട് സന്തോഷമായിട്ട് അത്രയേ ഉള്ളൂ. ഇനി എന്താ പറയാ, വലിയ വീട് വെക്കണം അങ്ങനെയൊക്കെയുള്ള സ്വപ്നങ്ങളുണ്ടോ? അത് പറഞ്ഞപ്പോൾ എനിക്ക് പറഞ്ഞു, 2 പേര് എൻ്റെ അടുത്ത് പറഞ്ഞു, ഉണ്ണിക്കണ്ണ ഇപ്പോഴത്തെ ഇത് വെച്ചിട്ട് നമുക്ക് ഒരു വീടുണ്ടാക്കുക. വേറൊരാളും പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചോറുന്ന് ഒലിക്കുന്ന ഓലപ്പേരൻ്റെ താഴെ എത്രയോ പേര് കണ്ണ് കലങ്ങിയിട്ട് വീടില്ലാത്തവരുണ്ട്, അവർക്ക് പോയി വീട് വെക്കുക, അല്ലെങ്കിൽ അസുഖമുള്ളവർക്ക്. എനിക്കൊരു 1.5 സെന്റ് സ്ഥലത്തിൽ കുഞ്ഞൊരു വീട് കൊട്ടാരമാണ് പറഞ്ഞു. നമുക്ക് അങ്ങനെ വേണ്ട, പണിയെടുത്ത് ദൈവം തരികയാണെങ്കിൽ സ്വന്തമായിട്ട് അങ്ങനെ ഇത് വെച്ചിട്ട് എനിക്കൊരു വീടുണ്ടാക്കിയിട്ട് വേണ്ട. എത്രയോ പേര് ചോർന്ന് ഒലിക്കുന്ന ഓലപ്പേരുണ്ട്, അവർക്ക് വീട് വെച്ച് കൊടുക്കട്ടെ. അതെ, നമുക്ക് അങ്ങനെ മറ്റുള്ള ആളുടെ നമുക്ക് വേണ്ട, സ്വന്തമായിട്ട് എപ്പോഴാണോ അപ്പോ. അതാണ്. മറ്റേ ബിഗ് ബോസിലൊക്കെ എപ്പോഴെങ്കിലും വിളിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു? ഫസ്റ്റ് ഓഡിഷൻ കഴിഞ്ഞ. ആണോ? എന്നിട്ട് എന്ത് പറ്റി? അത് ഞാൻ പറഞ്ഞില്ലേ, ആ തലയിൽ എഴുതി വെച്ച വിധി നിയോഗം. ഓഡീഷനെ വിളിച്ചു, കിട്ടി. അത് ബാക്കിയൊക്കെ ഭാഗ്യം പോലെ. ഇത്രയും നിഷ്കളങ്കനായിട്ടുള്ള ഒരു മനുഷ്യനെ അവിടെ പിടിച്ചു വെക്കാൻ പറ്റും തോന്നുന്നുണ്ടോ? നമ്മൾ ഒരിക്കലും അവിടുത്തെ ട്രോഫിയോ
അവിടുത്തെ പൈസ ഇതായിരിക്കരുത്. നമുക്കത് ഇപ്പം നമ്മൾ ഈ 4 പേരുണ്ട്, ഒരു ലോട്ടറി എടുക്കണം, അല്ലെങ്കിൽ അതെന്തെങ്കിലും ചെയ്യണം. ഈ 4 പേര് ലോട്ടറി അടിച്ചാൽ നമ്മൾ അത് കിട്ടണമെന്നില്ല, അത് ദൈവം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ നമ്മളിവിടെ നിൽക്കണോ, ആരെന്താ എങ്ങനെയാണെന്നൊന്നും പറയാൻ പറ്റില്ല, എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്. അപ്പോൾ ഒരിക്കലും ആ ട്രോഫിയോ അതിന് വേണ്ടി ആകരുത്, നമ്മളായിട്ട് വർക്ക് ചെയ്യുക. അത് തന്നെയാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ ലാലേട്ടനെയും മമ്മൂക്ക അവരെയൊക്കെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? ലാലേട്ടനെ കണ്ടിട്ട് മലയക്കോട്ട വാലുവല്ല് സെറ്റിൽ പോയി. എന്നിട്ട് അന്നവിടെ കണ്ടു, സംസാരിക്കാൻ പറ്റിയ അവിടെ ഇങ്ങനെ കണ്ടു. ലാലേട്ടൻ അങ്ങനെ നോക്കി. മമ്മൂക്കനെ ഇതുവരെ കണ്ടിട്ടില്ല. ഇതുപോലെ വിജയനെ പോലെ തന്നെ സ്വന്തം ഒരു ബ്രദറിനെ പോലെ അങ്ങനെ ചേട്ടനെ ട്രീറ്റ് ചെയ്ത ഒരു മനുഷ്യനാരായിരിക്കും നടന്മാരുടെ കൂട്ടത്തിൽ? വേറെ ഏതെങ്കിലും നടന്മാർ അത്രയും സ്നേഹത്തോടെ പെരുമാറിയിട്ടുണ്ടോ വിജയനല്ലാതെ? ഒരാൾ മാത്രമല്ല, വിനീതേട്ടൻ, രമേശ് ഏട്ടൻ, വിനയ് പോർട്ടേട്ടൻ, ലുക്കൂക്ക, പിന്നെ ബിബിൻ ജോർജ് ഏട്ടൻ, വിഷ്ണു ഉണ്ണികൃഷ്ണേട്ടൻ, അങ്ങനെ കോട്ടയം നസീർക്ക്, അങ്ങനെ നിരവധി ആൾ വിളിക്കുമ്പോൾ കോട്ടയം നസീർക്കനെയൊക്കെ ഞാൻ ഒരു 5-6 കൊല്ലം മുന്നേ വിളിച്ചിട്ട്, ഞാൻ ഒരു വർഷം മുന്നേ വിളിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഉണ്ണിക്കണ്ണൻ നീ അന്ന് വിളിച്ച ഉണ്ണിക്കണ്ണനല്ലേ പറഞ്ഞു. അതുപോലെ ബിബിൻ ചേട്ടൻ ഞാൻ നേരത്തെ വിളിച്ചപ്പോൾ നീ ഇടയ്ക്ക് വിളിക്കാറുള്ള ഉണ്ണിക്കണ്ണനല്ല. അങ്ങനെ നിരവധി ആളുകൾ, വിനീതേട്ടനാണെങ്കിൽ എല്ലാവരും. വിനീതേട്ടനൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ട്, തിൻചേട്ടൻ വന്നിട്ടുണ്ട്, ചേട്ടന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. അങ്ങനെയാണ് എനിക്ക് ഹൃദയം പടത്തിൽ വേഷം തരുന്നത്. അതെ, അങ്ങനെ അവര് വീട്ടിൽ വന്നു. ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഓരോ. ഞാൻ ഒരിക്കൽ ആൽബത്ത് അഭിനയിക്കുമ്പോൾ കുറേ നടന്മാരിനെ കൊണ്ട് ചോദിച്ചു എനിക്കൊന്ന് കാണണം. അപ്പോൾ ഒരു നടൻ പറഞ്ഞു നമ്പർ തരാ പറഞ്ഞു. അപ്പോൾ അയ്യപ്പൻ്റെ അമ്പലമാണ്, ദീപാരാധന സമയത്ത് എന്തോ എനിക്ക് പുറത്ത് പോകേണ്ട വന്നു. അപ്പോൾ ആൾ നമ്പർ തരാ പറഞ്ഞിട്ട് വാങ്ങാൻ പറ്റില്ല. അപ്പോൾ അയ്യപ്പൻ്റെ അമ്പലത്താണ്. പിന്നെ വിളിച്ചപ്പോൾ പിന്നെ കിട്ടില്ല. പിന്നെ പാലക്കാട് ആന അലറിൽ പറഞ്ഞ് ഷൂട്ടിങ്ങിന് വന്ന്. അങ്ങനെ അതിൻ്റെ മുന്നേ കുറേ ശ്രമിച്ചു. ഒരു പടത്തിന് വേണ്ടിയിട്ട് പാടാൻ വന്ന് നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ അഭിനയിക്കുക പാടാൻ വന്ന് വേറൊരു പടത്തിന്. ഇവരൊന്നും നമ്പർ തന്നൊന്നുമില്ല. നമ്മൾ പണിയെടുത്ത ദൈവം തരും പറഞ്ഞ പോലെ വിനീതേട്ടൻ കൊല്ലംകോട് പോയി കണ്ടു. പിന്നെ മനോഹരത്തിൽ വേഷം ചെയ്തു. കാരവാനിൽ പോയിട്ട് 3-4 വർഷത്തിന് ശേഷം ഉണ്ണിക്കണ്ണ പറഞ്ഞ് വിളിച്ച് ഞാനൊരു ഉമ്മയൊക്കെ കൊടുത്ത് നമ്മൾ എന്നും ചേർത്ത് പിടിക്കും. ഇന്നാൾ കണ്ടപ്പോൾ ഉണ്ണിക്കണ്ണ നനച്ചുവണ്ടിയൊക്കെ കിട്ടി പറഞ്ഞ ഒരു വീഡിയോ ഒക്കെ എടുത്ത് കണ്ടിട്ടുണ്ടാവും. ഡയലോഗ് ഒന്നുകൂടെ പറയാൻ പറ്റുമോ? അത് എന്നും നമ്മൾ പറയുന്നതല്ലേ. ഇത് പറയാം. ഉസ്പേത്തനവർക്ക് ടൊമ്മണും കടുപ്പേത്തന്നെ കമ്മണ്ടിരുന്ന വാഴ്ക്ക് ചെമ്മന്ന് പോവുക കിരിയെടുത്ത് കെവളവണയും കാണവർക്ക് ആണ് അന്ത കാണാൻ തളക്കിറക്ക കൂടാതെ നൻപാ നൻബീസ് ഈസിയായി ജയിക്കരുത് വെട്ടില്ല, ഇത് ജയിക്ക മുടിയത്തെ മുറിച്ചുകൊണ്ടൊരു വെട്ടി. വീഡിയോസിന്റെ എല്ലാം കൂടെ ആഡ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ 4ാം ക്ലാസ്സുകാരനെ ഓർക്കാന്ന്. ശരിക്കും ഉള്ളിത്തട്ടി പറയുന്നതാണോ? ഉള്ളി തട്ടിയിട്ടുണ്ട്. അതാണ് ഞാൻ പറയണേ. മക്കളെ, ചോർന്നൊലിക്കണ ഓലപ്പേരിൻ്റെ താഴെ ചുമരും ചാരി കണ്ണ് കലങ്ങിയിരിക്കുമ്പോൾ ആളുകൾ പറയും അവൻ അവിടെ മുരടിച്ച് വേര് മുളച്ചിരിക്കുകയാണെന്ന്. അവിടെ ഭക്ഷണം കഴിക്കാൻ ഉപ്പിലിട്ട മാങ്ങയായിരിക്കാം, മുളക് പൊടി ചാലിച്ചിരിക്കുക, താജ് ഹോട്ടലിൽ ഇരിക്കണം എന്ന് ആലോചിക്കണം. അതേപോലെ സന്തോഷ് ജോർജ് കുളങ്ങര സാറ് പറയുന്ന മാതിരി എന്തിനു വേണ്ടിയിട്ട് നമ്മൾ കഷ്ടപ്പെട്ട ശമ്പളം വാങ്ങുന്ന ആളല്ല, ശമ്പളം കൊടുക്കുന്ന ആളാകണമെന്ന് പറഞ്ഞ പോലെ പണിയെടുക്കണം. എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. സത്യം പറയണമെങ്കിൽ ഞാൻ പറയട്ടെ, വീട്ടുകാരും എല്ലാവരും ഇപ്പോൾ ഞാൻ പോലും ഇങ്ങനെ ബസ്സിലൊക്കെ ഇരിക്കുമ്പോൾ ഇങ്ങനെ കരയാണ്, കണ്ണ് കലങ്ങിയിട്ടാണ് ഞാൻ പോണത്. എന്താ ഇങ്ങനെ ജീവിതം മാറി മറിഞ്ഞത്, എന്താ നടക്കണത്? എവിടെ പോയാലും ഷൂട്ടിങ്ങിന് പോയാലും ഡയറക്ടർ സാർമാരാണെങ്കിലും അവരുടെ അടുത്ത് മോണിറ്ററിൻ്റെ അടുത്ത് ഇരിക്കുക. നമ്മൾ അങ്ങനെ ഇരിക്കുകയല്ല, അവർ അത്രയും ഇടിച്ചിരിക്കാൻ പറയുക. നമുക്കുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഇന്നസെൻ്റ് പടമാണെങ്കിലും അൽത്താഫിൻ്റെ ആയിരുന്നാലും ഞാൻ ചെയ്ത വലിയൊരു പടമാണെങ്കിലും അവിടെയൊക്കെ പോകുമ്പോൾ എല്ലാവരും നമ്മളൊരു അനിയനെ പോലെ ചേർത്ത് പിടിച്ച്. ഇന്നസെൻ്റ് പടമൊക്കെ ചെയ്യുമ്പോൾ ഞാൻ, ജോമോൻ ചേട്ടൻ, പ്രൊഡ്യൂസർ, പിന്നെ അസീസക്ക, നോബി ചേട്ടൻ, ഇവരൊക്കെ ആയിട്ട് കുറേ നേരം ഇരുന്ന് കുറേ സംസാരിച്ച് ഒരു അനിയനെ പോലെ മാറ്റി നിർത്താതെ. അതേപോലെ ലുക്കൂക്കിൻ്റെ പടം ചെയ്താലും നമ്മുടെ ദൃശ്യ നീത്തിക്കുട്ടിയായാലും ലുക്കൂക്കയായാലും അതിൻ്റെ ഡയറക്ടർ സീസ് സാറാണ് എല്ലാവരും. അതേപോലെ ഇന്നസെൻ്റ് പടത്തിൻ്റെ ഡയറക്ടർ സാറൊക്കെ ഇങ്ങനെ വിളിച്ചിട്ട് ഷൂട്ട് സമയത്ത് ഉണ്ണിക്കണ്ണ വിളിച്ച് എന്താ സാർ ഒന്നുമില്ല ഒച്ച കേൾക്കാനാണ്. എന്നിട്ട് ക്യാമറയൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ണിക്കണ്ണ ഇനി അടുത്ത ആൾ അഭിനയിക്കാൻ വരുന്നതാണ്, അതൊന്നും അവർക്ക് പറയേണ്ട കാര്യമില്ല. അതാണ്. അപ്പോൾ ഞാൻ അങ്ങനെ അപ്പോഴും ഞാൻ ചോദിക്കണം ഞാൻ ആരെ ഏട്ടാ. അതുപോലെ സതീഷ് സാറാണെങ്കിലും ഇന്നസെൻ്റ് പടത്തിൻ്റെ ഡയറക്ടർ ഇടയ്ക്ക് വിളിക്കും. ഞാൻ എല്ലാവരും, പിന്നെ അതേപോലെ നമ്മുടെ മാനേജർ ഏട്ടൻ, വിശ്വ ഏട്ടൻ, അങ്ങനെ നിരവധി ആൾ എല്ലാവരും ഇപ്പോൾ വിളിക്കുമ്പോൾ നല്ല സപ്പോർട്ടാണ്.
ഏത് പടമായിരിക്കും ഏട്ടൻ അവരുടെ അടുത്ത് ഇരിക്കുക, ഭക്ഷണം കഴിക്കുക. നമുക്ക് നല്ല നേരത്തെ റൂമൊക്കെ തരാറ്, നല്ല റൂം കാര്യങ്ങൾ. അതെ. അതുപോലെ മൊത്തത്തിൽ എന്താ പറയുക, ഞാൻ ആരേട്ട പിന്നെയും ചോദിക്കുകയാണ്.